പശ്ചിമ ബംഗാൾ എന്ന വലിയ സംസ്ഥാനം തന്റെ തറവാട് സ്വത്താണെന്നും താൻ വിചാരിച്ചാൽ നിയമം പോലും വഴിമാറുമെന്നും കരുതിയ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു മമത. കഴിഞ്ഞ 15 വർഷമായി ബംഗാളിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ താൻ ആരാണെന്ന് പോലും മറന്നുപോയ ഒരു ഭരണാധികാരിയുടെ ദയനീയമായ പതനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അഹങ്കാരം ഒരു ശീലമാക്കിയ മമതയ്ക്കും അധികാരത്തിന്റെ തണലിൽ ആഡംബര ജീവിതം നയിച്ച മരുമകൻ അഭിഷേക് ബാനർജിക്കും കാലം കൊടുത്ത ഏറ്റവും വലിയ പണിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 440 കോടി രൂപ ED മരവിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് വെറും അക്കൗണ്ടിലെ പണമല്ല, അഹങ്കാരം തലയ്ക്ക് പിടിച്ചവർക്ക് കാലം നൽകിയ മറുപടിയാണ്. ആ അഹങ്കാരത്തിന്റെ പതനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലുള്ള 3 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിരിക്കുകയാണ്. തുക എത്രയാണെന്നോ? 440 കോടി രൂപ. ഇതൊരു സാധാരണ പണമല്ല. തൃണമൂൽ ഭരണകാലത്ത് ബംഗാളിൽ നടന്ന എല്ലാ അഴിമതികളുടെയും പിടിച്ചുപറിയുടെയും കൊള്ളയുടെയും ഉത്തരം ഈ അക്കൗണ്ടുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സാധാരണക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യാൻ വട്ടം കൂട്ടുമ്പോൾ ദീദിയും മരുമകനും ചാർട്ടേഡ് വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും കറങ്ങി നടന്നത് ഏത് പണം കൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ആഡംബരത്തിന്റെ അങ്ങേ തലത്തിൽ പറന്നു നടന്നവർക്ക് ഇപ്പോൾ തറയിൽ കാലുറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ED പാർട്ടി ഫണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പേരുള്ള 3 ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 440 കോടിയോളം രൂപയാണ് ED മരവിപ്പിച്ചത്. ഇതിനു പുറമെ മുൻ മുഖ്യമന്ത്രി മമതയ്ക്കും TMC നേതാവ് അഭിഷേക് ബാനർജിക്കും ചാർട്ടേഡ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വാടകയ്ക്ക് നൽകിയിരുന്ന സ്വകാര്യ ഏവിയേഷൻ കമ്പനിയുടെ ഓഫീസിലും കേന്ദ്ര ഏജൻസി മിന്നൽ റെയ്ഡ് നടത്തി. ഈ കമ്പനിയുമായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇതിനായി ഉപയോഗിച്ച പണത്തിന്റെ സ്രോതസ്സിനെ പറ്റിയുമാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ട് BJP അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിലുണ്ടായ കടുത്ത ആഭ്യന്തര തർക്കങ്ങളാണ് ഒടുവിൽ ED നടപടിയിൽ ചെന്നെത്തിയിരിക്കുന്നത്. എന്തിനാണ് ED ഇങ്ങനൊരു നടപടിയെടുത്തത്? വളരെ ലളിതമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ EDക്ക് ലഭിച്ചിരുന്നു. സ്വകാര്യ ഏവിയേഷൻ കമ്പനികൾ വഴി നടന്ന കോടികളുടെ ഇടപാട് വെറുതെയാണോ? അതിനകത്ത് നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഈ 440 കോടി രൂപ എങ്ങനെയെല്ലാം വെളുപ്പിച്ചു എന്നതിനെക്കുറിച്ച് EDക്ക് കൃത്യമായ കണക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര ഏജൻസികൾ അനാവശ്യമായി ഒന്നും ചെയ്യുന്നില്ല. തെളിവുകളില്ലാതെ ഒരു രൂപ പോലും അവർ തൊടാറില്ല. അവിടെ കള്ളം പൊളിയുമെന്നുറപ്പായപ്പോൾ ED കൃത്യമായി പടിയിറക്കി. ഇനി പലർക്കുമുള്ള സംശയമാണ്, EDയെ കൊണ്ട് ഇങ്ങനെയൊരു അന്വേഷണം നടത്തിക്കാൻ ആരാണ് പരാതി കൊടുത്തത്? ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഇത്രയും വലിയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മമതയുടെ അഹങ്കാരത്തെ അലസോരപ്പെടുത്തിയ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെയാണ്. ഇതിന്റെ തുടക്കം കുറിച്ചത് പാർട്ടിയുടെ അന്നത്തെ ട്രഷറർ ആയിരുന്നു. അതായത് അന്ന് പാർട്ടിയുടെ അക്കൗണ്ടുകളിൽ കിടക്കുന്ന ഭീമമായ തുക ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ സ്രോതസ് സംശയകരമാണെന്നും കാണിച്ച് അദ്ദേഹം നേരിട്ട് ബാങ്കിന് കത്തെഴുതി. സ്വന്തം പാർട്ടിയിലെ ട്രഷറർ തന്നെ സംശയം പ്രകടിപ്പിച്ചതോടെ അഴിമതിയുടെ ആഴം എത്രയുണ്ടെന്ന് അന്ന് പലർക്കും ബോധ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് മമതയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയ പാർട്ടിയിലെ വിമത വിഭാഗം രംഗത്തിറങ്ങിയത്. തൃണമൂൽ ഭരണകാലത്ത് നടന്ന അഴിമതിയിലൂടെയും പിടിച്ചുപറയിലൂടെയും സമ്പാദിച്ച പണമാണ് ഈ അക്കൗണ്ടുകളിൽ ഉള്ളതെന്നും ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അവർ ബംഗാൾ പോലീസിനെ സമീപിച്ചിരുന്നു. ആ പരാതികളാണ് പിന്നീട് കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചതും അവിടെ നിന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് ഏറ്റെടുത്തതും. അതായത് സുഹൃത്തുക്കളെ, മമതയുടെ കോട്ട തകർന്നത് പുറത്തു നിന്നുള്ളവർ വന്ന് തകർത്തതല്ല, മറിച്ച് മമതയുടെ തന്നെ അഹങ്കാരം കൊണ്ട് പൊറുതിമുട്ടിയ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ കൊടുത്ത പരാതികളിലൂടെയാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ ദീദിയുടെ മുഖം മൂടി അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതോടെ EDക്ക് മുന്നിൽ തെളിവുകൾ വ്യക്തമായിരുന്നു. പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, നടപടി തുടങ്ങി. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും മോദിയെയും BJPയെയും കുറ്റം പറഞ്ഞു നടന്നിരുന്ന മമതയ്ക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത്? മമതയുടെ രാഷ്ട്രീയ ശൈലി തന്നെ BJPയെ വിമർശിച്ചും കേന്ദ്രത്തെ ചീത്ത വിളിച്ചുമാണ്. ഫാസിസം എന്നും ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ബംഗാളിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ഇന്ന് ചോദ്യം ഇതാണ്, ഇപ്പോൾ എന്തായി അവസ്ഥ? നിങ്ങൾ എപ്പോഴും മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിയമം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ എന്തിനാണ് വിറയ്ക്കുന്നത്? മോദിയെയും BJPയെയും അനാവശ്യമായി പഴിച്ചിരുന്ന മമതയ്ക്ക് ഇന്ന് സ്വന്തം പാർട്ടി അക്കൗണ്ടിലെ 440 കോടി രൂപയുടെ കണക്ക് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ആഡംബര യാത്രകൾ നടത്തിയപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു. പക്ഷെ ഇന്ന് സ്വന്തം അക്കൗണ്ടുകൾ
മരവിപ്പിക്കപ്പെട്ടപ്പോൾ അഹങ്കാരമെല്ലാം എവിടെ പോയി? BJPയെ തകർക്കാൻ ഇറങ്ങിയവർ സ്വന്തം പാർട്ടിയിലെ അഴിമതി പോലും കാണാതെ പോയി. കേന്ദ്ര സർക്കാർ അനാവശ്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. മോദിയെ കുറ്റം പറഞ്ഞാൽ അഴിമതി ഇല്ലാതാകില്ലെന്ന് ബംഗാളിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി. കേന്ദ്ര ഏജൻസികളെ പേടിച്ച അലമുറയിടുന്നതിന് പകരം മമതയും മരുമകനും ചെയ്യേണ്ടത് ആ 440 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് ബംഗാൾ ജനതയോട് വിശദീകരിക്കുകയാണ്. മമതയുടെ ഈ കള്ളക്കളികൾക്കുള്ള മറുപടി മോദിയോ BJPയോ അല്ല നൽകുന്നത്, മറിച്ച് നിയമം തന്നെയാണ്. മോദിയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച മമതയുടെ ആ തന്ത്രം ഇന്ന് പാളിയിരിക്കുകയാണ്. ബംഗാൾ ജനത ചോദിക്കുന്നു, വലിയ വലിയ വർത്തമാനം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ എന്തായി അവസ്ഥ എന്ന്. ഇതിനൊരു മറുപടി പറയാൻ ഇനി മമതയ്ക്ക് കഴിയുമോ? അഴിമതിയുടെ കസേര ഇളകിയപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തെ പഴിച്ചിട്ടോ മോദിയെ ചീത്ത വിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഇനി എന്തിനാണ് കേന്ദ്രം ഈ കേസിൽ ഇടപെടുന്നത് എന്ന് സംശയമുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബംഗാളിൽ നടന്നത് വെറും അഴിമതിയല്ല, അത് ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന കൊള്ളയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കേണ്ട ഫണ്ടല്ല, മറിച്ച് പാവപ്പെട്ടവരുടെ ചോരയും നീരും കുടിച്ചാണ് 440 കോടി രൂപ അക്കൗണ്ടിലെത്തിയത്. ഇതിനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. കേന്ദ്ര ഏജൻസികൾ അനാവശ്യമായി ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് തെളിവുകളില്ലാതെ ഒരു രൂപ പോലും അവർ പിടിച്ചു വെക്കാറില്ല. ആ തെളിവുകൾ ഇന്ന് കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ശക്തമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥിരം പല്ലവിയാണ് കേന്ദ്ര സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. അഴിമതി പുറത്തു വരുമ്പോൾ, ഒളിക്കാൻ ഇടമില്ലാതാകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന പഴയ തന്ത്രമാണിത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രത്തിന് അങ്ങനെ ആരെയും ഒതുക്കേണ്ട ആവശ്യമില്ല. അഴിമതി ചെയ്തില്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ന പോലെ അഴിമതി നടന്നാൽ അപ്പോൾ തന്നെ ഏജൻസികൾ അവിടെ എത്തും. ഇവിടെയും സംഭവിച്ചത് അതാണ്. അനാവശ്യമായി ഒരു ഏജൻസിയെയും ഒരു കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടില്ല. പകരം ഓരോ അഴിമതിയും നിയമത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരികയാണ് അവിടെ അവർ ചെയ്തത്. അധികാരത്തിന്റെ ഹുങ്കിൽ നടന്നിരുന്ന മമതാ ബാനർജിക്കും അഭിഷേകിനും ഇന്ന് നിയമത്തിന്റെ വില മനസ്സിലാകുന്നുണ്ടാവും. കൊൽക്കത്ത ഹൈക്കോടതി വരെ EDയുടെ നടപടി ശരിവെച്ചു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം എത്രമാത്രം സുതാര്യമാണെന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ പകപോക്കലാണെങ്കിൽ കോടതി എന്തുകൊണ്ട് നടപടി സ്റ്റേ ചെയ്തില്ല? അതുതന്നെയാണ് കേന്ദ്രത്തിന്റെ വിജയവും. അഴിമതിക്കാർ ആരായാലും അവർക്ക് ശിക്ഷ ഉറപ്പാണ്. ബംഗാളിന്റെ വികസനത്തിന് തടസ്സമായി നിന്ന ഈ അഴിമതി പടിയിറക്കാൻ കേന്ദ്രത്തിന്റെ ഈ നീക്കങ്ങൾ വലിയൊരു പാഠം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ 440 കോടി മരവിപ്പിച്ചത് വെറും ട്രയൽ റൺ മാത്രമാണ്. ഇനിയും വലിയ പണികൾ വരാനിരിക്കുന്നുണ്ടാവാം. അഴിമതിക്കാർ ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ രക്ഷയില്ലെന്ന് ഈ ഒരു ഭരണത്തിന് കീഴിൽ ഇപ്പോൾ ഇവർ തെളിയിക്കുകയാണ്. മമതയുടെ കാലം കഴിഞ്ഞു. ഇത്രയും വർഷത്തെ ബംഗാളിനെ കയ്യിലെടുത്ത് കളിച്ച അഹങ്കാരത്തിന് ബംഗാൾ ജനതയും നിയമവും ചേർന്ന് നൽകുന്ന അവസാനത്തെ പ്രഹരമാണിത്. ഇനി മമതയ്ക്ക് ആകാശത്ത് പറക്കണമെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കണം. പക്ഷേ അക്കൗണ്ടുകൾ ഇപ്പോൾ EDയുടെ കൈകളിലാണ്. മമതയുടെയും അഭിഷേകിന്റെയും രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പോൾ കരിനിഴലിലായിരിക്കുന്നത്. അഹങ്കാരം കൊണ്ട് ജയിക്കാൻ നോക്കിയ മമതയ്ക്ക് ഇന്ന് കോടതിയും നിയമവും വില്ലനായിരിക്കുകയാണ്. ബംഗാൾ ഇപ്പോൾ മമതയുടെ കോട്ടയല്ല, മറിച്ച് അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ വേദിയാണ്. മമതയുടെ ഭരണകാലത്ത് നടന്ന നിയമന തട്ടിപ്പുകൾ, ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പ്, ഇതെല്ലാം BJP തുറന്നു കാട്ടുമ്പോൾ മമതയുടെ ഉള്ളിൽ ഭയമുണ്ട്. ജനങ്ങൾ ഇന്ന് മാറി ചിന്തിക്കുന്നു. അവർക്ക് വേണ്ടത് അഹങ്കാരത്തോട് ഭരിക്കുന്നവരെയല്ല, മറിച്ച് വികസനം തരുന്നവരെയാണ്. BJPയുടെ ഈ ശക്തമായ നിലപാട് ബംഗാളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മരുമകൻ അഭിഷേക് ബാനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ അഴിമതിയുടെ കേന്ദ്രമാക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം. പദവികളും അധികാരവും ഉപയോഗിച്ച് എങ്ങനെ സ്വന്തം കീശ നിറയ്ക്കാം എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. എന്തായാലും മമതയ്ക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ED പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.